വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. അങ്ങനെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഒത്തിരി കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഷെഷ്കോ ഒഫീഷ്യലി യുണൈറ്റഡ് താരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നടന്ന ഫിയോറന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് ഷെഷ്കോനെ അൺവീൽ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഫിയോറന്റീനയായിട്ട് നമ്മൾ സമനിലയായി. ഡെഹയുടെ തിരിച്ചുവരവ് മത്സരമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് കൊടുക്കാനും നമുക്ക് സാധിച്ചു. ഇപ്പോൾ എന്തായാലും ഒത്തിരി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു. ഹോപ്പ്ഫുള്ളി നിങ്ങളും കണ്ടിട്ടുണ്ടാവും. സ്പോർട്സ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഗസ്റ്റായിട്ട് കഴിഞ്ഞ ദിവസം പോകാനൊക്കെ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ ടു ദ മെയിൻ സബ്ജക്ട്, ഇപ്പോഴത്തെ ഹോട്ട് ന്യൂസുകളെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ നമ്പർ 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബലേബനെ കുറിച്ചിട്ടാണ്. ബലേബ എന്ന് പറയുന്നുണ്ട്, ബലീബ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒറിജിനലി പറയേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. അപ്പം എന്തായാലും നമ്മൾ ബലേബ എന്നാണ് പറയാറ്. ബ്രൈറ്റന്റെ യുവതാരം ഇപ്പോൾ വരുന്ന റീസെന്റ് റിപ്പോർട്ടുകളൊക്കെ പ്രകാരം ഇപ്പോൾ റൊമാനോ ഒക്കെ പറയുന്നുണ്ട് നമ്മൾ ഏജന്റായിട്ട് കാര്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേഴ്സണൽ ടേംസ് എഗ്രി ആവാനുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇൻഡി കൈല, ഈ ഒരു ന്യൂസ് ആദ്യം പുറത്തു വിട്ടത് ഈ ഇൻഡി കൈല എന്ന് പറയുന്ന ഈ ഒരു ഫേക്ക് ന്യൂസുകൾ പുറത്തു വിടുന്ന ഒരു ഔട്ട്ലെറ്റാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ടൈംസ് എഗ്രി ആയി എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാർലോസ് ബലീബ, പുള്ളിക്കാരൻ ബ്രൈറ്റനോട് പറഞ്ഞു എനിക്ക് യുണൈറ്റഡിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം എന്തായാലും പേഴ്സണൽ ടൈംസ് എഗ്രി ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒട്ടും ബുദ്ധിമുട്ടില്ല. കാരണം 13K നിസാര സാലറിയാണ് ഈ ബലീബയ്ക്ക് കിട്ടുന്നത് ബ്രൈറ്റണിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ 10 times മോർ സാലറി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ബലീബേനെ പോലത്തെ ക്വാളിറ്റി ഉള്ള പ്ലെയറിന്. മാത്രമല്ല ബലീബയുടെ പല ടീംമേറ്റ്സ് ഇൻക്ലൂഡിങ് ലെനിയോറോ എക്സ് ടീംമേറ്റ് ആണ്, എംബുഎമ്മോ, ഒനാന, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ബലീബേനെ നമുക്ക് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഡീലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റൺ ആവശ്യപ്പെടാൻ പോകുന്നൊരു തുകയാണ്. അപ്പോൾ അത് ഏകദേശം 100 million ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്, 100 അതിന് മുകളിലോ. അപ്പോൾ ബ്രൈറ്റൺ വിശ്വസിക്കുന്നത് ഈ പ്ലെയർ മോയിസസ് കസേഡനെ പോലെയൊക്കെ 120 million ആ റേഞ്ചിലേക്കൊക്കെ പോകാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു കൊല്ലം കൂടി പിടിച്ചു നിർത്തണം. മാത്രമല്ല ഒരു ഇമ്പ്രൂവ്ഡ് കോൺട്രാക്ട് കൊടുക്കണം. ഇപ്പോൾ 13K ആഴ്ചയിൽ എന്നുള്ളത് അവർ വേണമെങ്കിൽ ചിലപ്പോൾ 10 times ആക്കി കൊടുക്കും. അതുപോലെ തന്നെ റിലീസ് ക്ലോസും വെക്കാമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ശതമാനമൊക്കെ അവന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള തന്ത്രങ്ങളൊക്കെ ആയിരിക്കും ബ്രൈറ്റൺ ഈ ഒരു കേസിലേക്ക് വന്ന് കഴിയുമ്പോൾ എടുക്കാൻ പോകുന്നത്. ഇപ്പം എന്തായാലും 3 വർഷത്തെ കോൺട്രാക്ട് ബ്രൈറ്റണിൽ ബാക്കിയുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തീരുമാനിക്കാം എന്ത് വിലയ്ക്ക് വിൽക്കണം എന്നുള്ള കാര്യം. ബട്ട് ഈ പറയുന്ന പോലെ ബലീബയുടെ സൈഡിൽ നിന്നും ബലീബയ്ക്ക് പുഷ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അത് ബലീബയുടെ സൈഡിൽ നിന്നും ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ വരുന്നൊരു ഓവറോൾ ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ബലീബേനെ സൈൻ ചെയ്യുമായിരിക്കും എന്നുള്ളതാണ്. 100% ഉറപ്പൊന്നുമില്ല, എന്നാലും ഒരു 60-70%. കാരണം ബ്രൈറ്റൺ എന്തായാലും 100 million അടുത്ത് ചോദിക്കുന്ന ഉള്ള കാര്യം എന്തായാലും നമുക്കറിയാം. കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലാതെ നമ്മളിത് ഒരിക്കലും ഈ ഒരു സംഗതി ചെയ്യാൻ പോകില്ല. അപ്പോൾ തീർച്ചയായും ഇവിടെ വരാൻ പോകുന്ന മറ്റൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലീബേനെ 100 million മേടിക്കേണ്ട കാര്യമുണ്ടോ? 250 million പ്ലേയേഴ്സ് നോക്കിക്കൂടെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ മനസ്സിലേക്കും വരാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കേസിലേക്ക് വന്ന് കഴിയുമ്പോൾ ചില റിസ്കുകൾ നമ്മൾ എടുക്കണം എന്ന് തന്നെയാണ് പറയുള്ളൂ. കാരണം ഇപ്പോൾ ടെക്ലാൻ റൈസിൻ്റെ കാര്യം എടുക്കാം. 100 million പ്ലസിന് പോയതാണ്, വെസ്റ്റ് ഹാമിൽ ആഴ്സണലിലേക്ക് പോയതാണ്. മൂപ്പരൊരു സക്സസ് ആയിരുന്നു. ഈ പറയുന്ന പോലെ പണ്ട് ഒലയുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ലിങ്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ആ സമയത്ത് ഈ പറയുന്ന പോലെ നമ്മുടെ ഓൺലൈൻ ഫാൻ ബേസ് ഇൻക്ലൂഡിങ് മാർക്ക് ഗോൾബ്രിഡ്ജിനെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രെക്സിറ്റ് ടാക്സ് ആണ്, അവനൊന്നും കൂടെ കൊണ്ടുവരണ്ട എന്നുള്ള കാര്യമൊക്കെയാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ പറയുന്ന പോലത്തെ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് DMകളിൽ ഒരാളാണ് ഇപ്പോൾ ഡെക്ലാൻ റൈസ്. എന്ന് പറയുന്ന പോലെ തന്നെ മോയിസസ് കസേഡോ നമുക്ക് നിസ്സാരമായ 4 million സൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ നമ്മളത് ഈ പറയുന്ന പോലെ അത്രയും പൈസ കൊടുക്കണ്ട എന്നൊക്കെ വിചാരിച്ച് ബ്രൈറ്റണിലേക്ക് പൊക്കോട്ടെ, അതിനുശേഷം ഭാവിയിൽ സൈൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റണിൽ പോയി സക്സസ്ഫുൾ ആയി 100 million പ്ലസ് ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡിലാണ് പുള്ളിക്കാരൻ ചെൽസിയിലേക്ക് പോയത്. ഇതൊക്കെ ഈ പറയുന്ന പോലെ ബിഗ് മൂവ്സ് നടത്തി അവരവരുടെ ടീമുകളിൽ ചെന്നിട്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള താരങ്ങളാണ്. എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റാണ് ബലേബയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബലേബയുടെ ആട്രിബ്യൂട്ടുകളാണ് നമുക്ക് ഈ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം ബലേബ ഒരു പെർഫെക്റ്റ് മിഡ്ഫീൽഡർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. പ്രസ് റെസിസ്റ്റൻ്റ് ആണ്, ബോൾ അടിപൊളിയായിട്ട് ക്യാരി ചെയ്യും, ഡിഫൻസിൽ നിന്ന് ഫ്രണ്ടിലേക്ക് സൂപ്പറായിട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകും.
അതുപോലെ തന്നെ നല്ല പാസിംഗ് റേഞ്ച് ഉണ്ട്, ഒരു ഗെയിം ചേഞ്ചറാണ്. ഇതിനെക്കുറിച്ച് ചുമ്മാ ബലേബ നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബലേബ മാൻ സിറ്റിക്കെതിരെയുള്ളൊരു മത്സരത്തിൽ പുള്ളിക്കാരൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്. കാരണം അതുവരെ മാൻ സിറ്റി വിജയിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ബലേബ വന്നതിന് ശേഷമാണ് കളി ബ്രൈറ്റൺ അനുകൂലമാക്കി മാറ്റിയത്. അപ്പോൾ അങ്ങനെ മാൻ സിറ്റിക്കെതിരെയാന്ന് പറഞ്ഞാൽ അത്രയും സോളിഡ് മിഡ്ഫീൽഡേഴ്സ് ഉള്ളൊരു ടീമിനെതിരെ ചെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊക്കെ സാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിരന്തരമായിട്ട് വലിയ ക്ലബ്ബുകൾക്കെതിരെയുള്ള ബലേബയുടെ പ്രകടനങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്. നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും, ടാക്കിൾ ചെയ്യും, ഏരിയലബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അധികം ഇഞ്ചുറികളൊന്നും വന്നിട്ടില്ല. ആകെ ഒരു മത്സരം മാത്രമേ ഇതൊരു ലൈഫിൽ മിസ്സാക്കിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പല രീതിയിലേക്ക് കഴിയുമ്പോൾ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ്. മാത്രമല്ല ബലേബയുടെ കളി കണ്ടിട്ടുള്ളവർ എല്ലാവരും തന്നെ ഇവനെ റേറ്റ് ചെയ്യുന്നതാണ്. മറ്റേ മനുഷ്യൻ പോലും ഇവൻ എന്താ പറയുക മോശം പ്ലെയർ ആണെന്ന് പറയില്ല. ഇപ്പം നമ്മൾ ആന്റണീനെയൊക്കെ സൈൻ ചെയ്ത പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബലേബയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ. അത്രയും നല്ല എല്ലാവരും റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്ലെയറാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയറിനെ അധികം നാൾ അവൈലബിൾ ആയിരിക്കില്ല. കാരണം ഇപ്പം നിലവിൽ വേറെ ആരുമായിട്ട് ലിങ്കില്ല. മേ ബി ഒരു പക്ഷേ അടുത്ത സീസണിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ റയൽ മാഡ്രിഡ് വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് മേടിക്കാം, മാൻ സിറ്റി വേണമെങ്കിൽ ഒന്ന് മേടിക്കാം. കാരണം മാൻ സിറ്റി ചിലപ്പോൾ അവർ റോഡറിനെ റീപ്ലേസ് ചെയ്യാൻ ചിലപ്പോൾ ചിന്തിച്ച് കളയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു യുണീക്ക് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ മാത്രമേ ഈ ഒരു റേസിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത സീസണിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ 100 മില്യൺ കൊടുത്ത് അല്ലെങ്കിൽ 100 മില്യൺ പ്ലസ് കൊടുത്ത് മേടിക്കാനായിട്ട് വേറെ ക്ലബ്ബുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബോംബ് സ്ക്വാഡ് എന്നാണല്ലോ നമ്മുടെ ഒഴിവാക്കാനിട്ടേക്കണ പ്ലേയേഴ്സിൻ്റെ പേരിട്ടേക്കണേ. അപ്പോൾ അവന്മാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തൂക്കി വിറ്റ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ബലേബയുടെ പൈസ ഒപ്പിക്കാൻ പറ്റും. അത് തന്നെയാണ് ക്ലബ്ബ് വിശ്വസിക്കുന്നത്. ഗാർനാച്ചോ ആണെങ്കിലും ആന്തോണി ആണെങ്കിലും ഈവൻ ഇപ്പോൾ ഹോയ്ലൻഡിന്റെ കാര്യത്തിലേക്കാണെങ്കിൽ ഹോയ്ലൻഡിനെ പറഞ്ഞുവിടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹോയ്ലൻഡിന് പോകണമെന്ന് താല്പര്യമില്ല, ബട്ട് ക്ലബ്ബ് പറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ വാർത്തകൾ വന്നിട്ടുണ്ട്, പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. AC മിലാൻ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹോയ്ലൻഡിന്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സൈഡിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഇമോഷണൽ ഇതൊക്കെ ഉണ്ട്. കാരണം യുണൈറ്റഡ് ഫാനാണ്, അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലൊക്കെ വന്നൊരു പ്ലെയറാണ്. ഫസ്റ്റ് സീസണിൽ നന്നായിട്ട് കളിച്ചു, അല്ലെങ്കിൽ ഒരു പ്രോമിസിങ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ സീസണിലേക്ക് വന്നപ്പോൾ തീർച്ചയായും താഴേക്ക് പോയി. പക്ഷേ ഒമർ ബറാഡയുടെ ഒരു പോളിസി ആയിട്ട് പറയുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയറിന് 2 വർഷം കൊടുക്കും. 2 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ഒരു ടീമിലേക്ക് ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഒമർ ബറാഡയുടെ പോളിസി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ മേ ബി ഹോയ്ലൻഡ് ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും ഒരു ഗോയ്ക്കിയർസിനെ പോലെയൊക്കെയുള്ള ലെവലിലേക്കൊക്കെ മാറിയേക്കാം. അതിനുള്ളൊരു കേപ്പബിലിറ്റിയൊക്കെ കണ്ടൊരു പ്ലെയറാണ്. പക്ഷേ നമ്മളങ്ങനെ ഒരു എന്താ പറയുക, നമ്മളങ്ങനെ ഇമോഷണൽ അപ്രോച്ച് എടുക്കരുത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റൂത്ത്ലെസ് ആയിരിക്കണം എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ ബാക്കിയുള്ള കുറേ പേര്, ലൂക്ക് ഷോ ഒക്കെ ഇവിടെ വർഷങ്ങളോളമായിട്ട് ഇവിടെ ക്ലബ്ബിലുണ്ട്, ഉണ്ട്. അതുപോലെ തന്നെ ഒനാനയുടെ കേസ്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ ഈ കൂട്ടത്തിലേക്ക് വരുന്നൊരു ചോദ്യമാണ്. പിന്നെ വാല്യൂ അധികം കുറയ്ക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഹോയ്ലൻഡിനെ ഇപ്പോഴേ അങ്ങോട്ട് വിറ്റ് കളയുന്നത്. സോ ലെറ്റ് സി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായിട്ട് എടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.